നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPI-യിൽ നിന്നും വളരെ ധൈര്യത്തോടുകൂടി തല ഉയർത്തി തന്നെ പുറത്തിറങ്ങി കോൺഗ്രസിൽ വന്ന ആളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. വളരെ ശക്തമായ നിലപാടോടുകൂടി ശ്രീനാദേവി ഇപ്പോഴും കോൺഗ്രസിൽ പിടിച്ചു നിൽക്കുക തന്നെയാണ്. തമ്മിലെന്ന ശ്രീകണ്ഠൻ നായരുടെ പ്രോഗ്രാമിൽ കൃത്യമായി തന്നെ ശ്രീകണ്ഠൻ നായരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശ്രീനാദേവിക്ക് ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത തന്നെയുണ്ട്. ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും ജനങ്ങൾ എപ്പോഴും തേടുന്നതും ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്. വളരെ വ്യക്തമായി തെറ്റാണ് എന്ന് തോന്നുന്നത് തെറ്റാണ് എന്ന് പറയാനും, മറിച്ച് തനിക്ക് തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് അത് മാപ്പ് പറയാനും, അല്ലെങ്കിൽ തന്റെ നിലപാട് ശരിയല്ലാത്തിടത്ത് നിൽക്കാതെ കൃത്യമായി കൊള്ളുന്നിടത്ത് മാത്രം നിന്നുകൊണ്ടും തന്റെ നിലപാട് മാറ്റാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടിയോ മറ്റുള്ളവരുടെ ന്യായത്തിനു വേണ്ടിയോ തന്റെ നിലപാട് മാറ്റാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി തന്നെയാണ് ശ്രീനാദേവി എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ്. ശ്രീനാദേവിയുടെ ശബ്ദത്തെ അത് പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീനാ കൂടുതൽ ശക്തയായി വരുന്നത് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ്, ഒരു 5 വരികൾ മാത്രമുള്ള ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവചനമായി തന്നെ നമുക്ക് തോന്നും. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ സ്ത്രീയെ നോക്കി വെച്ചോ, നമ്മളെ അല്ലെങ്കിൽ നാളെ നമ്മുടെ നേതാവാകാനും മന്ത്രിയായി നമ്മളെ നയിക്കാനുമുള്ള ഒരു മികച്ച വനിതാ നേതാവാണ്. എല്ലാവർക്കും നീതി വേണമെന്ന് വാദിക്കുന്ന അറിവും കഴിവുമുള്ള ശ്രീന. ഞങ്ങൾ പുരുഷന്മാരുടെ, കേരളത്തിലെ സ്ത്രീ പുരുഷ ജനങ്ങളുടെ പ്രതീക്ഷയാണ്. അതായത് മെൻസ് കമ്മീഷൻ ബില്ല് ശ്രീനാജിക്ക് നൽകി സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഈ ഒരു ആവശ്യം മുന്നോട്ട്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് വെക്കുന്നത്. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെ നമ്മൾ എല്ലാവരും നോക്കി വെക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം ശ്രീനാദേവി ഭാവിയിൽ ഒരു മന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ ഈ നേതൃത്വം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനാദേവി തീർച്ചയായും ഒരു മന്ത്രിയായി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം അത്രയ്ക്കും ശക്തിയുള്ള, ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്ന, നേതൃപാടവമുള്ള, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീനാദേവി. അവരുടെ കൃത്യമായ ഭാഷകളിൽ കൃത്യമായ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നാളൊരു സമയത്ത് കോൺഗ്രസിലും തനിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ, മോശമായ പെരുമാറ്റം മറ്റാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിലും അത് തുറന്നു പറയുവാനും അതിൽ പ്രതികരിക്കുവാനും ശ്രീനയ്ക്ക് യാതൊരുവിധ മടിയുമില്ല എന്ന വ്യക്തമാക്കുകയാണ് ഇവിടെ ശ്രീനാദേവി ഉണ്ടായിരുന്നത്. മുൻപും ശ്രീനാദേവി വളരെ വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നു എന്നൊരു ചോദ്യം പല മാധ്യമങ്ങളും ശ്രീനാദേവിയോട് ചോദിക്കുന്നു. അപ്പോൾ ശ്രീനാദേവി പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രമല്ല, ആ സ്ഥാനത്ത് മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനെയും ഇത്തരത്തിൽ വേട്ടയാടുകയാണെങ്കിൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ശ്രീനാദേവി പറയുന്നത്. അതായത് ആ പരാതിയുടെ ഉറവിടത്തെ കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്, ആ പരാതിക്കാരിയെ കുറിച്ചും വ്യക്തമായ ധാരണകളുണ്ട്. അപ്പോൾ പിന്നെ എന്റെ കൺമുന്നിൽ ഇത്രയും തെറ്റായ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുമ്പോൾ അങ്ങനെ മിണ്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ശ്രീനാദേവി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ശ്രീകണ്ഠൻ നായർ ചൊറിഞ്ഞുകൊണ്ടൊരു ചോദ്യം മുമ്പ് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, ശ്രീനാദേവിക്ക് സമാധാനമായോ എന്നല്ല ചോദിക്കുന്നത്, പാർട്ടി എന്തു പറഞ്ഞു എന്നാണ്. അപ്പോൾ വളരെ വ്യക്തമായി ശ്രീനാദേവി പറയുന്നുണ്ട്, എനിക്ക് വളരെ ബോധ്യമുള്ള, എനിക്ക് വളരെ വ്യക്തതയുള്ള കാര്യമാണ് ഞാൻ അവിടെ സംസാരിച്ചത് എന്ന് ശ്രീനാദേവി പറയുന്നുണ്ട്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഭാവിയിൽ ഒരു മന്ത്രിയായി തന്നെ വന്നു കഴിഞ്ഞാൽ കേരളീയർക്ക് അത് നല്ലത് മാത്രമേ ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു കമന്റിന്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് കമന്റ് ഇട്ട ഒരു കമന്റ് നമുക്ക് നോക്കാം. യെസ്, a woman of a real sustain would be general mass leader if the hierarchy in the Congress is willing to accommodate knowledge, talent and above all principles and values of morality plus culture coupled with the fearlessness in public life. She is a blessed gift from God എന്നാണ് പറയുന്നത്. അതായത് ഈ സോഷ്യൽ ലൈഫിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെനാരിയോയിലും ഒക്കെ തന്നെ വളരെ കഴിവുള്ള, ഭയരഹിതയായിട്ടുള്ള, അതാണ് എടുത്തു പറയേണ്ടത്. അതായത് താൻ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാർട്ടി നാളെ പുറത്താക്കുമെന്ന് പേടിച്ച് താൻ അഭിപ്രായം പറയാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. പകരം താൻ അഭിപ്രായപ്പെടും. അത് ഏതൊരു കാര്യമാണ്, തനിക്ക് ഉറപ്പുള്ള കാര്യത്തിൽ താൻ അഭിപ്രായം പറയും എന്ന് അടിയുറച്ച് പറയുന്ന, അല്ലെങ്കിൽ ഭയമില്ലാത്ത, ഭയരഹിതയായ, ഭയരഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു നല്ല നേതാവിന് അദ്ദേഹത്തിന്റെ ഭാവിയെ ഇല്ലാതെയാക്കാൻ കച്ചകെട്ടി അവരെ ശക്തമായി നേരിട്ട ധീരവനിത. അതാണ് ഞാൻ ശ്രീനാദേവി എന്ന
പൊന്നുമോൾക്ക് ഒരമ്മ എന്ന നിലയിൽ ഞാനിട്ട പേര്. ഇപ്പോൾ ഉള്ള ദുരന്തമായ അതും ഇതും പറയുന്ന കോൺഗ്രസിലുള്ള അധികാരമോഹികളായ തള്ളകളെ പുറത്തിറക്കി ഇവരെ പോലെയുള്ളവരെ ഉന്നത അധികാര സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഉള്ളത് മൊത്തം ഞണ്ടുകളാണ്. മുഴുത്ത അസൂയ, കുനിഷ്ട്, അഹങ്കാരം നിറഞ്ഞ വനിതകൾ. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായും ഉളുപ്പുമില്ലാതെ നേതാക്കളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ. അതിനേക്കാൾ നല്ലത് ശ്രീന വരുന്നതാണ്. ശ്രീനയും നീയുമുള്ള ഒരിടത്തിൽ ജനിച്ചു പോയതേ അപമാനം എന്ന് പറഞ്ഞ് ഇവരെ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ട് ധാരാളമായി. എന്തായാലും കുഞ്ഞമ്മ പൂരപ്പാട്ട് ഇപ്പോൾ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. അതായത് ഇടയ്ക്ക് വെച്ച് ശ്രീനാദേവിയെ എതിർക്കാനായിട്ട് ശ്രീനാദേവി പൂരപ്പാട്ട് പാടി ശ്രീനാദേവി അസഭ്യ വാക്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരും തന്നെ വേണ്ട പ്രാധാന്യം കൊടുത്തതേ ഇല്ല. കാരണം അതൊരു വ്യാജ വാർത്തയാണ് എന്ന് പിന്നീട് തെളിയുന്ന സാഹചര്യം ഉണ്ടായെന്ന് പലരും പറയുന്നു. മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമെങ്കിൽ അതുമാക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും രാഹുൽജി ശ്രീനാദേവി കോൺഗ്രസിലെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഭാവിയിൽ നല്ലൊരു ലീഡറായി ശ്രീനാദേവിയെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എനിക്ക് രാഷ്ട്രീയപരമായി കൂടുതൽ അറിവുകളൊന്നുമില്ല എങ്കിലും ചിലരുടെ വീഡിയോകൾ കാണാറുണ്ട്. രാഹുൽജിയെ പോലും നേരത്തെ ശബരിമല പ്രശ്നങ്ങളുമായി അറിയാമായിരുന്നു എങ്കിലും ഈ അടുത്ത കാലത്താണ് ഞാൻ സ്ഥിരമായി വീഡിയോ കണ്ടു തുടങ്ങിയത്. താങ്കളുടെ വാക്ചാതുര്യത്തെ, അറിവിനെ താങ്കൾ സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെയും വ്യക്തമായി അറിവ് ലഭിച്ചതിന് ശേഷം മാത്രം അവതരിപ്പിക്കുന്ന രീതികളെയും എല്ലാം ഏറെ ബഹുമാനിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇന്ന് ഒരു അനുഭവം ഉണ്ടായി. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ഒരു സഹായ അഭ്യർത്ഥനയുമായി, സഹായം എന്നത് പണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മറികടക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടി താങ്കളോട് മെസ്സേജിലൂടെ ചോദിക്കുകയും ഒരിക്കൽ പോലും ഒരു സംശയവും ഇല്ലാത്ത താങ്കൾ അതിന് ഒരു വ്യക്തമായ മറുപടി തരികയും ചെയ്ത വ്യക്തിയാണ് രാഹുൽജി. ഞാൻ എന്റെ ആവശ്യം അറിയിച്ചതിനു ശേഷമാണ് മറ്റു കാര്യങ്ങളെ പറ്റി ചിന്തിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രിയ MLA യുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഒരു സ്ത്രീ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഭയക്കേണ്ടിയിരുന്നു. ഒരിക്കൽ പോലും രാഹുൽജിയെ ഏത് അർത്ഥത്തിലാണ് ഈ വ്യക്തി മെസ്സേജ് അയച്ചത് എന്ന് പോലും ചിന്തിക്കാതെ അതിന് മറുപടി തന്നപ്പോൾ താങ്കളിലെ ഒരു വ്യക്തിത്വത്തെ കൂടാതെ ഒരു മനുഷ്യനെ സഹായിക്കുന്നതിനുള്ള മനസ്സിനെ കൂടി ഞാൻ കാണുകയാണ് ഉണ്ടായത്. താങ്കൾക്കും കോൺഗ്രസ് നേതൃനിരയിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പെൺവേർഷൻ ആണ് ശ്രീനാദേവി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, രണ്ടുപേർക്കും രണ്ട് രീതിയിൽ ശക്തരായ രണ്ട് ലീഡേഴ്സ് ആണ്. അവർ മുന്നിട്ട് തന്നെ വരട്ടെ. ശ്രീനാദേവിയുടെ ശബ്ദമൊക്കെ ആരെങ്കിലും അടിച്ചു താഴ്ത്താം എന്ന് ശ്രമിക്കുകയാണെങ്കിൽ അത് കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.